അതായത് അതിർത്തി മേഖലകളിലൊക്കെ നുഴഞ്ഞുകയറ്റക്കാരെ ഭൂഗർഭ തുരങ്കമുണ്ടാക്കി നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടുപിടിക്കാൻ പോലും കഴിയുന്ന അത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളോടുള്ള അമേരിക്കൻ നിർമ്മിത ഡ്രോൺ റഡാർ സംവിധാനമാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. എന്നാലും ഇതിൽ ധർമ്മസ്ഥലത്ത് ഏറ്റവും കൂടുതൽ തെളിവുകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പോയിന്റാണ് 13-ാം നമ്പർ പോയിന്റ്. അത് റോഡ് സൈഡിനോട് ചേർന്ന ഒരു പ്രദേശമാണ്. ഇതിനോടകം നമുക്കറിയാം ശുചീകരണ തൊഴിലാളി വന്നു പറഞ്ഞ 13 പോയിന്റുകളിൽ 12 എണ്ണവും പരിശോധിച്ചു. എന്നാൽ അവിടെ നിന്ന് കിട്ടിയ മൃതശരീരങ്ങളുടെ കണക്കും ഏതാണ്ട് എന്താ പറയാ, അത് ക്ലിയർ അല്ല. ഒരു വിധേന മീഡിയക്കാർക്ക് കിട്ടിയ ഒരു ന്യൂസ് പ്രകാരമാണ് അവര് പുറത്തുവിട്ടിരിക്കുന്നത്. കുറെ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടി എന്ന് അവർ പുറത്തുവിട്ടിട്ടുമുണ്ട്. എന്നാൽ SIT ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പോലും പുറത്തു പറഞ്ഞിട്ടില്ല. കാരണം ഇതിൽ കൂടുതൽ അവർ പരിശോധിച്ചപ്പോൾ കൂടുതൽ മൃതശരീരങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുകൊണ്ടാണ് അവർ പുറത്തുവിടാത്തത്. കാരണം ഇവർക്ക് ഈ ഒരു റിപ്പോർട്ട് ഈ കോടതിയെ സമർപ്പിക്കേണ്ടതായിട്ടുമുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു പ്രദേശം പരിശോധിക്കുവാനായിട്ട് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവന്ന് പരിശോധിക്കുമെന്നും എന്നാൽ മാത്രമേ ഇവർക്ക് ഇത് അതിന്റെ ഭൂമിക്കടിയിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ, മനുഷ്യ ശരീരം എല്ലാം കിടപ്പുണ്ടോ, മൃതദേഹ അവശിഷ്ടം എല്ലാം കിടപ്പുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇന്ന് ഈ പറയുന്ന ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുമാത്രവുമല്ല, നമ്മുടെ ഇന്ത്യ പാക് അതിർത്തിയിൽ ഉപയോഗിക്കുന്ന GPR സിസ്റ്റം, അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യ പാക് അതിർത്തിയിൽ ഉപയോഗിക്കുന്ന ഒരു GPS സംവിധാനം എല്ലാം കൊണ്ടുവന്നിട്ടാണ് പരിശോധന നടത്തുന്നത്. ഇതിൽ പരിശോധിക്കുവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന 13-ാം നമ്പറിൽ 8 പേരെ ഇദ്ദേഹം കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് കുഴിച്ചിടുന്ന കണ്ട 6 ദൃക്സാക്ഷിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണും, അതിൻ്റെ അകത്ത് ശരീരഭാഗങ്ങൾ കിട്ടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് എന്ന് SIT ടീമിനും അറിയാം. അതോടൊപ്പം തന്നെ ഈ കുഴിച്ചിട്ട ശുചീകരണ തൊഴിലാളിക്കും കൺഫേം ആയിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം അന്ന് കുഴിച്ചിട്ട സമയത്തുള്ളതിനെക്കാട്ടിൽ ഇപ്പോൾ മണ്ണ് കൂമ്പാരം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ, അതായത് ഇപ്പം ഒരു 10 അടിയോളമായി കാണും, 10 അടി പ്ലസ് അദ്ദേഹം കുഴിച്ച എത്ര അടിയോ അത്രയും ആഴ്ചയിലേക്കും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ ഈ ഒരു GPS സംവിധാനം കൊണ്ടുവന്നതും എല്ലാം അതുകൊണ്ട് തന്നെയാണ്. ഇന്നലെ അവിടെ ആ പ്രദേശമെല്ലാം വൃത്തിയാക്കി കാടൊക്കെ തെളിച്ച് എന്തായാലും അവരൊരു ബാരിക്കേഡൊക്കെ കെട്ടി അവർ സംരക്ഷണ വലയത്തിലാണ് നിർത്തിയിരിക്കുന്നത്. പോലീസുകാർ എപ്പോഴും അതിന് കാവലുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ആ ഒരു 13-ാം നമ്പർ വെച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് അവിടെ പരിശോധനയുണ്ട് എന്നാണ് അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഈ 13-ാം നമ്പർ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ പോയത് അവിടെ ഈ പറയുന്ന അമ്പലത്തിനടുത്തുള്ള ആ ഒരു ബാഹുബലി മലയിലാണ് പോയി പരിശോധിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് അവിടെ കാണുന്നത്, അവിടെ കുറെ മണ്ണും ഒക്കെ കൊണ്ടിട്ടിട്ട് തെളിവ് നശിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ എന്ത് പറയുന്നത്, എങ്ങനെ അവർക്ക് തെളിവ് നശിപ്പിക്കണം, അതിനുള്ള പണികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെയും ഈ പറയുന്ന ഈ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് പരിശോധിക്കുമെന്നാണ് SIT പുറത്തുവിട്ടിരിക്കുന്നത് ഒരു വിവരം. അത് മാത്രവുമല്ല, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യാവകാശ കമ്മീഷൻ അവർ ഈ ഒരു സ്ഥലം സന്ദർശിക്കുകയും ഈ ഒരു കേസ് അവർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ എങ്ങനെ നിൽക്കത്തില്ല, നല്ല രീതിയിൽ തന്നെ ഇത് ലോക ശ്രദ്ധ ഏറ്റെടുത്ത ഒരു കാര്യം തന്നെ ആയതുകൊണ്ട് ഇത് തെളിയും. ഇതിൻ്റെ അകത്ത് ആരൊക്കെയാണോ ഈ കോപ്രായം കാട്ടിയിട്ടുള്ളത്, ഇത്രയും പേരെ ആരാണോ തീർത്തിട്ടുള്ളത്, ആരാണ് ഈ ശുചീകരണ തൊഴിലാളിയെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്, അവനെ അഴിക്കുള്ളിൽ തന്നെ ആക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ലോക രാജ്യത്തിന്റെ മുമ്പിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം തലകുനിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ്. ഇത് എങ്ങും നമ്മൾ കേട്ടുകേഴ്വിയില്ല, ഇത്രമാത്രം കൂട്ടക്കൊലപാതകം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് തെളിയുക തന്നെ വേണം. എന്തായാലും ഇപ്പൊ പരിശോധന നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ 13-ാം നമ്പറാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ 8 പേരെ കുഴിച്ചിട്ടെന്ന് പറയുമ്പോൾ 8 പേരുടെയും ശരീരാവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കിട്ടണം. അതാണ് ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനി നശിപ്പിച്ചിട്ടുണ്ടോ എല്ലാം ഇനിയും നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പ്രദേശമെല്ലാം പോലീസിന്റെ സംരക്ഷണ വലയത്തിലാണുള്ളത്. ഇനിയും നമ്മൾ അറിയുന്നത് സന്തോഷ വാർത്ത ആയിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഡി കമ്പനി എന്ന് പറയുന്ന ഒരു കൂട്ടം ഗുണ്ടകൾ ഇവിടെ ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ അവർക്ക് നന്ന്, ഇല്ല എങ്കിൽ പോലീസ് അടിച്ച് തുട പൊട്ടിച്ച് വിടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കാര്യം പോകുന്നത്. എന്തായാലും ഈ കേസ് തെളിയണം. ഇതിൻ്റെ അകത്ത് അത് ദാരുണമായിട്ട് മരണപ്പെട്ട ഓരോരുത്തർക്കും നീതി കിട്ടുക തന്നെ വേണം. എല്ലാം നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായി കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും